ഹായ് കുട്ടികളെ, എല്ലാവരും ചായ കുടിച്ചോ? ഞാൻ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര സങ്കടമുള്ളൊരു സ്വപ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സ്വപ്നത്തിൽ. അന്ന് എക്സാം നടക്കുകയാണ്. നേരം ചെയ്തുകൊണ്ട് കൂട്ടുകാരികളൊക്കെ പോയി. ഞാൻ ഒറ്റയ്ക്ക് തിരക്കിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു തോട് കടന്ന് വേണം റോട്ടിലെത്താൻ വേണ്ടിയിട്ട്. ആ തോട്ടിലാണ് ഇന്ന് തലേദിവസം നന്നായി മഴ പെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഞാൻ പാവടിയൊക്കെ ഒതുക്കി പിടിച്ച് മെല്ലെ ഇറങ്ങിയപ്പോഴും ബാക്കിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഞാൻ പേടിച്ച് നോക്കിയപ്പോൾ പാവം ഒരു ചെറുപ്പക്കാരൻ കയ്യിലൊരു കടലാസ് പൊതിയായിട്ട് മെല്ലെ ഇറങ്ങി. അയാൾ ചോദിച്ചു, അക്കരയ്ക്ക് ബസ്സുണ്ട് മോളെ, ആ ബസ്സുണ്ട്, ഞാൻ ആ ബസ്സിനാണ് പോകണേന്നാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം മുന്നോട്ട് നടന്ന് നടുവിലെത്തിയപ്പോൾ ഭയങ്കര ഒഴുക്കായിരുന്നു. പെട്ടെന്ന് അയാളുടെ കയ്യിലിരുന്ന ആ കടലാസ് പൊതി തോട്ടിലേക്ക് വീണുപോയി. അയാൾ അത് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പോയി. അതങ്ങനെ ഒഴുകി പോയി. അയാൾ കുറച്ച് നേരം നിരാശയോട് കൂടി നോക്കുന്നിട്ട് പിന്നെ അയാൾ വേഗം കയറി പോകുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അയാളുടെ കാലിൽ ചെരുപ്പില്ല. കാലുവേദന കാരണം അയാൾ മെല്ലെ കുറച്ച് മുടന്നിട്ടാണ് ആൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ആ പൊതി അയാൾക്ക് പോയില്ല, അതെന്ത് തന്നെയാണെങ്കിലും പാവം അതെടുത്ത് കൊടുക്കാൻ എനിക്ക് പരിചയമുള്ള ഒരു തോടാണല്ലോ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ സ്ഥിരം പോണതല്ലേ. ഞാൻ അങ്ങനെ ഒഴുക്കിനനുസരിച്ച് മുന്നിട്ട് നീങ്ങിയപ്പോൾ കൈതോലെല്ലാം കൊണ്ട് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുക. കാരണം പിന്നെ വിചാരിച്ചാൽ എവിടെയെങ്കിലും കൈതോലയിൽ തടഞ്ഞ് ഇരിക്കുന്നുണ്ടാവണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയപ്പോൾ അവിടെയൊന്നും കണ്ടില്ല. പിന്നെയാണ് കാലിൽ എന്തോ തടഞ്ഞ പോലെ. അപ്പോൾ ഒഴുക്ക് കാരണം നിറയെ പൂഴി നിറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. കാല് ഒക്കെ പൂണ്ട് പോണ പോലെ തോന്നി. ഞാൻ കുനിഞ്ഞൊരു കയ്യിൽ തടഞ്ഞ സാധനം എടുത്തപ്പോഴാണ് അത് അയാളുടെ കടലാസ് പൊതിയായിരുന്നു. അതൊക്കെ കടലാസൊക്കെ നനഞ്ഞ് കുത്തുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ജോഡി പുതിയൊരു ചെരുപ്പ് കണ്ടു. ഒരു ജോഡി. അപ്പോൾ ചോദിച്ചു, അയ്യോ അയാൾക്ക് ചെരുപ്പ് പോലും ഇടാൻ സമയമില്ലാണ്ട് അയാൾ പോയതാണ് പാവം. അത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. അങ്ങനെ അന്ന് വേഗം അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും വേഗം കരയ്ക്ക് കയറുമ്പോഴേക്കും ബസ്സിൻ്റെ ഹോർണടിങ്ങനെ തുരുതുരാന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വല്ലാത്തൊരു സൗണ്ട് കേട്ടു. എല്ലാവരും അങ്ങോട്ട് ഓടുന്ന കണ്ടു. റോട്ടിലൊക്കെ നിറയെ ആൾക്കാർ വണ്ടി നിന്ന് 2-3 വണ്ടികളുണ്ടായിരുന്നു. ഞാൻ എന്താണാവോ വെച്ചിട്ട് ഞാൻ ആകാംക്ഷയോട് കൂടി ഞാനും വേഗം ഓടിച്ചു നോക്കിയപ്പോൾ അയാളെ മാത്രം അവിടെ കണ്ടില്ല. എന്ത് പറ്റി, അയാൾ ചിലപ്പോൾ വണ്ടിയിൽ കയറിയിരുന്നുണ്ടാവും എന്ന് ചോദിച്ചു. പക്ഷേ ബസ്സിലുള്ള ആൾക്കാരൊക്കെ തിരക്കിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. ബസ്സിൻ്റെ മുന്നിൽ നിന്ന് ആരൊക്കെ കൂടി ഒരാളെ താങ്ങിയെടുത്ത് കൊണ്ടുവരികയായിരുന്നു. അത് അയാളായിരുന്നു. അയാളുടെ 2 കാലും വേലി കയറി പോയിട്ടുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാൽപാദം ഞരമ്പിൽ ഇങ്ങനെ തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. അയാളുടെ ആ കാലിലെ ചോര ഇറ്റിറ്റ് വീഴുന്ന പോലെ ഞാൻ കടലാസ് പൊതി മുകളിലേക്ക് എത്തിയപ്പോൾ അയാളുടെ കാലിൽ നിന്നും ചോരയിട്ട് വീഴുന്ന പോലെ ആ കടലാസ് പൊതി നിന്നും തോട്ടിൽ വെള്ളം താഴേക്ക് ഇട്ട് വീഴുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. ഭയങ്കര സങ്കടമുള്ള സ്വപ്നമായതുകൊണ്ടാണ്. ഇഷ്ടമായി കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.